ഹലോ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ്. ഒരു ലോട്ടസാണ്. മെയിനായിട്ട് 4 കളേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ 2 ബ്രഷസാണ് 4 ആൻഡ് 6. ഇത് രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രഷസ്. അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ടിഷ്യൂ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു മെക്കാനിക്കൽ പെൻസിൽ വെച്ചിട്ട് ഒരു ഔട്ടർ ലൈൻ കൊടുക്കുന്നുണ്ട്. ആസ് എ ബിഗിനർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്ക് ചെറിയൊരു ഔട്ടർ ലൈൻ കൊടുത്തതിന് ശേഷം ഡീപ്പസ്റ്റായിട്ട് ഇങ്ങനെ കൊടുത്തു പോകായിരിക്കും നല്ലത്. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഔട്ടർ ലൈൻ കൊടുക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു പെറ്റൽസൊക്കെ വരച്ചിട്ട് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരയ്ക്കാൻ നോക്കുക. നമ്മൾ ഗ്രിഡൊക്കെ യൂസ് ചെയ്ത് വരയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാനുള്ള കോൺഫിഡൻസ് നഷ്ടമാവും. അപ്പോൾ അതിനേക്കാൾ നല്ലത് മാക്സിമം നിങ്ങൾ ഫ്രീ ഹാൻഡായിട്ട് തന്നെ വരയ്ക്കാൻ നോക്കുക. ഇങ്ങനെ ഞാനതൊന്ന് അങ്ങനെ ഫസ്റ്റായിട്ട് ആ ലൈൻസൊക്കെ ഒന്ന് ഞാൻ വരച്ച് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പെറ്റൽസും ലീവ്സൊക്കെ ജസ്റ്റ് ഒരു ഔട്ടർ ലൈൻ മാത്രം കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഈ വരയ്ക്കുന്ന ടൈംസിൽ ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷാഡോസൊക്കെ കുറച്ചും കൂടി ഡാർക്കനായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് വരുന്ന ടൈമിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ കൂടെ നമുക്ക് പ്രത്യേകിച്ച് റെഫറൻസ് ഒന്നും ഇല്ലാതെ തന്നെ ആ ഒരു പെയിൻറ്റ് ഈസി ആയിട്ട് ചെയ്തു പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഡാർക്കായിട്ട് കൊടുക്കുന്നത്. നമുക്ക് വാട്ടർ കളറിൻ്റെ പേപ്പർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇറേസ് ചെയ്യുന്ന ടൈമിലാണെങ്കിലും അതിൻ്റെ ആ ഒരു ഭംഗി ഇഷ്ടപ്പെടും എന്നുള്ളത് തന്നെയാണ്. സോ മാക്സിമം നിങ്ങൾ വാട്ടർ കളറിൻ്റെ പേപ്പർ തന്നെ യൂസ് ചെയ്യാൻ നോക്കാം. ഇത് 300 GSM വരുന്നൊരു പേപ്പറാണ്. പിന്നെ മാക്സിമം ഞാൻ ഒന്ന് ഡാർക്കനായി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നൊരു സ്റ്റെപ്പാണ് നമ്മുടെ നീഡഡ് ഇറേസർ വെച്ച് സ്കെച്ചിനെ ഒന്ന് ലൈറ്റാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു പെൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡാർക്കറായിട്ടുള്ള പോർഷൻസൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ക്രിംസൺ ലേക്കാണ്. അത് നമ്മൾ വളരെ ലൈറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ലെയറായിട്ട്. പിന്നെ നമ്മൾ പിന്നീടാണ് നമ്മൾ ബാക്കി ലെയേഴ്സൊക്കെ കൊടുക്കുന്നത്. ഇത് കൂടാതെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കളേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് കാംബ്രിഡ്ജ് ഹ്യൂ ആണ്, പിന്നെ കൊബാൾട്ട് ബ്ലൂയും, പിന്നെ ഇത് കൂടെ നമ്മുടെ ലീഫിന് കൊടുത്തിരിക്കുന്നത് സാപ്റ്റീനും പ്ലസ് നമ്മുടെ കാംബ്രിഡ്ജ് ഹ്യൂവും കൂടി മിക്സ് ചെയ്തിട്ടാണ്. നമ്മുടെ പെറ്റൽസിന് ഒന്നും കൂടി ഡാർക്കായിട്ട് പല പോർഷൻസിന് കൊടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തു വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓരോ ലെയേഴ്സും ഡ്രൈ ആയതിന് ശേഷമാണ് അടുത്ത ലെയേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതായത് വെറ്റ് ഓൺ ഡ്രൈ മെത്തേഡ്, വെറ്റ് ഓൺ വെറ്റ് മെത്തേഡ് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ നമ്മൾ വെറ്റ് ഓൺ ഡ്രൈ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പെറ്റൽസ് നമ്മൾ കുറച്ചും കൂടി ലൈൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ക്രിംസണിലേക്ക് വെച്ചിട്ട് തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒന്നും കൂടി ഡാർക്ക് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി ബ്ലൂ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിതിൽ കൊബാൾട്ട് ബ്ലൂ ഹ്യൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു മിക്സും കൂടി വരുമ്പോഴാണ് ഈ ഒരു പെറ്റൽ കുറച്ചും കൂടി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സാപ്ഗ്രീനും നമ്മുടെ കാംബ്രിഡ്ജ് ഹ്യൂവും കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനൊരു കളറാക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ആയിരിക്കില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അത് വെച്ചിട്ട് ഞാനൊന്ന് ഫസ്റ്റ് ലെയർ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ സാപ്ഗ്രീൻ കുറച്ച് കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ കൂടെ
കുറച്ച് ഗ്ലൂ കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സെക്കൻഡ് ലെയർ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു സാപ്പ് പെയിൻറ്റ് കൂടെ നമ്മൾ കുറച്ചും കൂടി സ്കാർലറ്റിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി ഡാർക്കർ ആയിട്ടുള്ള കളർ കിട്ടും. ഞാനിങ്ങനെ കളേഴ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നുണ്ട്, അതെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ സ്ക്രീനിൽ അതും കൂടി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് കളേഴ്സൊക്കെ പഠിക്കുന്ന ടൈമിൽ നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്നൊരു കാര്യമായിരിക്കും നമ്മളിങ്ങനെയൊക്കെ പഠിക്കണോ എന്നുള്ളതൊക്കെ. പക്ഷേ ഇറ്റ് ഈസ് ഗുഡ് ഫോർ നമ്മൾ ഓരോ പാലറ്റിലും ഡിഫറെൻറ്റ് കളേഴ്സിനും ഡിഫറെൻറ്റ് നെയിംസാണ് വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെ നമ്മൾ ഓരോ ലീഫും കളർ ചെയ്തിട്ട് വരുന്നുണ്ട്. കുറച്ച് ടൈം എടുക്കുന്നുണ്ട്, ഏകദേശം ഒരു 1.5 hours ഒക്കെ നമ്മൾ ഈ ഒരു പെയിൻറ്റിങ് ചെയ്യാൻ നമ്മൾ എടുക്കുന്നുണ്ട്. വിത്ത് നമ്മൾ ഈ വരയ്ക്കുന്ന കൂടെ സ്കെച്ച് ചെയ്യുന്നതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചും കൂടി ഡാർക്കറായിട്ടുള്ള പല പോർഷൻസും നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലീവ്സിൻ്റെ കളേഴ്സ് നമ്മൾ നോക്കുന്ന ടൈമിൽ ഇപ്പോൾ സൺലൈറ്റ് വരുന്ന പോർഷൻസിൽ നമുക്ക് വേറൊരു കളറായിട്ട് ഫീൽ ചെയ്യും. അത് സൺലൈറ്റ് അത്രത്തോളം ഇല്ലാത്ത ഭാഗം കുറച്ചും കൂടി ഗ്രീനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ പല പോർഷൻസായിട്ട് നമുക്ക് ലീവ്സിനെ കാണാൻ പറ്റും. ഇതിപ്പോൾ റിയലായിട്ട് നമുക്ക് എങ്ങനെ ഒരു കളർ തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല, ചെറിയ വേരിയൻസ് എന്തായാലും ഉണ്ടായിരിക്കും. പക്ഷേ എൻ്റേതായിട്ടുള്ള കുറച്ചും കൂടി സ്റ്റൈൽസും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് പോർഷനായിട്ട് നമ്മുടെ സ്കൈ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പ്രഷ്യൻ ബ്ലൂ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു ലോട്ടസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ പെയിൻറ്റിങ്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.